ഇവരെ കൊണ്ട് ഒരു സമാധാനം ഇല്ലല്ലോടെ. നമ്മള് വേറെ ഏതെങ്കിലൊക്കെ ഒരു വിഷയം എടുത്ത് ചെയ്യാം എന്ന് പറഞ്ഞ് തപ്പി നോക്കുമ്പോഴേക്ക് ഇന്നലെ നടന്നതിന്റെ കണ്ടിന്യൂ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഒന്നിക്ക് സജന വരും, അല്ലെങ്കിൽ ഫിറോസ് വരും, അല്ലെങ്കിൽ ഇവര് രണ്ടുപേരുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലൊക്കെ വരും. സജന ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ കൂടെ ദിയാസന ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അല്ല, ചില കാര്യങ്ങളൊന്നും കേൾക്കാം. ദിയാസന, നീ വന്ന് ഭയങ്കര പാവം പിടിച്ച കണക്ക് ഈ ദിയ ആരും കണ്ടിട്ടില്ല കേട്ടോ. എന്തോ ഒരു സൗമ്യം ഈ അടുത്ത് ആരെങ്കിലും ചിപ്പോന്ന് പറഞ്ഞ ദിയ കയറി പറയാൻ പോകുന്നത് അതിന്റെ ഇരട്ടി ചീത്തുവിളിയായിട്ടായിരിക്കും ദിയാസന മീഡിയയിലാവട്ടെ ഏത് സോഷ്യൽ മീഡിയയിലാവട്ടെ അവൾ എവിടെ അങ്ങനെയാണ് പറയുന്നത്. അല്ല ദിയ, അപ്പൊ നീക്ക് എന്നെ പേടിയുണ്ടോ? എന്റെ മുഖത്തിനൊക്കെ ഭയങ്കര പേടി തോന്നിക്കുന്നല്ലോ. എടി, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. നിന്റെ കൂടെ ഉള്ള ആൾക്കാർ നിന്നെ പണിയാത്ത എന്താണെന്നറിയാവോ? കാരണം അവരും സെയിം തെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അവർ പേടിക്കും. കാരണം നിന്റെ പേരിൽ ഒരു അലിഗേഷൻ കൊണ്ട് അല്ലെങ്കിൽ ഒരു കേസ് കൊണ്ട് കൊടുക്കുമ്പോൾ അവരും കൂടെ അല്ലേ പൊങ്ങുന്നത്. അപ്പം തെറ്റ് ചെയ്യാത്ത ആൾക്കാർ ഇതുപോലെ പ്രതികരിക്കും. തെറ്റ് ചെയ്യാത്ത ആള് പ്രതികരിക്കും പോലും. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. തെറ്റ് ചെയ്യാത്തൊരു പുണ്യാത്മാവ് വന്നേക്കുന്നു. നിനക്ക് മാത്രമല്ല, ഫിറോസ് ഖാനും പിന്നെ എന്നെ കൊണ്ട് നശിപ്പിക്കാൻ വേണ്ടി പോയ ഒരു ദുബായിൽ ഒരുത്തുണ്ട്. ഞാൻ ആ വീഡിയോക്കകത്ത് പ്രത്യേകം എന്തോ ഭാഗ്യത്തിന് ആ സാധനം പറഞ്ഞിട്ടുമുണ്ട്. അത് കണ്ടിട്ട് ട്രിഗർ ചെയ്തിട്ട് അടുത്തൊരു ഇപ്പോൾ വന്നിട്ടുണ്ട്, റോഷിനി എന്ന് പറഞ്ഞിട്ട് ദുബായിലെ ഏറ്റവും നമ്പർ 1 സിബിട്ടതാണോ വായിക്ക്? അല്ല, പ്ലംബർ എന്ന് പറഞ്ഞിട്ട് സിബിട്ട സിഗ്നൽ കാണിക്കുന്നു. പറയാൻ താല്പര്യമില്ല അങ്ങനത്തെ ഒരു നിങ്ങൾ ഇപ്പൊ അവളെ വോയിസ് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇനി അവളുടെ ഫോട്ടോകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതും കൂടി ഞാൻ ഇതിനകത്ത് എഡിറ്റ് ചെയ്തില്ല, കാരണം ഫോട്ടോ എന്റെ കയ്യിൽ ഇപ്പം കയ്യിലില്ല. കാണിച്ചു തരാം ഞാനത്. അവളാണ് ഇതിപ്പം എന്തായാലും ഞാൻ നാറി, ഇനി ബാക്കിയുള്ള ആൾക്കാരും കൂടെ നാറട്ടെ എന്നുള്ള ഒരു ലൈനാണ് സജിന ഇപ്പൊ പോകുന്നത്. കാരണം എന്തായാലും ഞാൻ ഇത്രയും അറിയില്ലേ. അപ്പൊ എന്നെ ഭയങ്കരമായിട്ട് റോഷിനി നീ എന്നെ നശിപ്പിക്കാൻ നോക്കിയ എന്നെ വെറുതെ വിട്ടണം പോട്ടെ ജീവിക്കുക എന്ന് പറഞ്ഞ് വെറുതെ വിട്ടവളെ നീ ആയിട്ട് ചൊറിഞ്ഞു മേടിക്കരുത്. പിന്നെ ഫിറോസ് ഖാനിന് ഓഫ്കോഴ്സ് അവരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് ഇനി എനിക്കറിയത്തില്ല. ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളായിട്ടും ബന്ധപ്പെക്കാൻ ഫിറോസ് ഖാൻ എന്തുവാടെ വല്ല കാമദേവനോ? സപ്പോർട്ട് ചെയ്തവള് വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു ലേഡി ആയതുകൊണ്ട് അവര് തമ്മിൽ എന്തെങ്കിലും ബന്ധം അതൊന്നും നമ്മള് പറയുന്നില്ലേ. നിങ്ങളൊന്നും പറയാതിരിക്കുന്നതാണ് ഭേദം. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ നാറും. കാരണം നിങ്ങൾ ഓരോന്ന് പറയും, അതിന്റെ അപ്പുറത്തായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ വരും. എന്തിനാ വെറുതെ സ്വയം നാറാൻ വേണ്ടിയിട്ട് ഓരോന്ന് വിളിച്ചു പറയുന്നേ? ഫിറോസ് ഖാൻ ഒരു അലിഗേഷൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഒരു കുഞ്ഞിന്റെ കാര്യം, എന്റെ കുഞ്ഞിന്റെ കാര്യം. അതായത് എന്റെയും ഫിറോസ് ഖാനും ജനിച്ച കുഞ്ഞിനെ കുറിച്ച്. നാണമില്ലയോടോ തനിക്ക്? ഫോൺ തരുത്തില്ലടോ. ഇത്രയും നാള് തനിക്ക് ഞാൻ ഫോൺ തന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും തനിക്ക് എന്റെ കുഞ്ഞിന്റെ ഫോൺ കോളും തന്നെ വിളിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കല്ല ഞാൻ കുഞ്ഞിനെ കൊണ്ട സ്പേസ്. തന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ല, തന്നോട് ബഹുമാനം കൊണ്ടല്ല. ആ കുഞ്ഞിന് തന്ത എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫാദർ എന്നൊരാളെ അവന് ആവശ്യമുണ്ട്. എന്റെ കുഞ്ഞിന് ഇതുപോലത്തെ ഒരു വേദന എന്റെ മൂത്ത മൂള് അനുഭവിച്ചതുകൊണ്ട് ഞാൻ ആ തന്തയും മക്കളെയും തിരിപ്പിക്കാതെ നോക്കണം. അത് തന്നോടുള്ള ബഹുമാനമല്ല. എന്റെ കുഞ്ഞിന് ഇട്ടട്ടെ, അവന് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഷ്ടം ഞാനൊരു തള്ള വിചാരിച്ചാൽ ഇല്ലാതാക്കാൻ പറ്റും. ഒരു തള്ള വേണ്ട പോവേണ്ട അങ്ങനെ ഇങ്ങനെയാണ് പ്രത്യേകവനാണെന്ന് പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും ആ കുഞ്ഞിന് വെറുക്കപ്പെടും. പക്ഷെ ആ കുഞ്ഞിന് ഇപ്പോഴും തന്നോടൊരു ഇഷ്ടം തോന്നിക്കാൻ കാരണം ഞാൻ ഒരൊക്കെ എന്റെ അവിതാര്യമാണ്, എന്റെ ഭിക്ഷയാണോ അത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ മോന് തനിക്ക് തരുന്നത് എനിക്ക് എടുക്കില്ലടോ. കാരണം കുറച്ച് അലിഗേഷനും കൂടെ ഞാൻ തന്നെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് പേടിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ താൻ ഒരു ആണും പെണ്ണും കെട്ടവനാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. സ്വന്തം മോളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ നിനക്ക് പീഡിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ഈ മോനെ താൻ യൂസ് ചെയ്യും. അതുകൊണ്ട് എനിക്ക് പേടിയാണ്. പോയി ചത്തൂടെ പിശാശിയെ നിനക്ക്. തള്ളയാണെന്നും പറഞ്ഞ് നടക്കുന്നതിനേക്കാളും എത്രയോ ഭേദം അത്. സ്വന്തം മോനെയും അതിന്റെ അച്ഛനെയും കുറിച്ചാണ് ഇമാതിരി വൃത്തികേട് വിളമ്പുന്നത്. പോയി 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 ചാവടി തള്ളേ. നീ അതിനേക്കാളും ഭേദം അതാ. പറയുന്ന ആള് പിന്നെ പുണ്യാളത്തിയാണല്ലോ. ഒരെണ്ണത്തിനെ കെട്ടി ഒരെണ്ണത്തില് മാത്രം ഒതുങ്ങി ജീവിക്കുന്ന പുണ്യാളത്തി. കൂടുതൽ അങ്ങോട്ട് പ്രസംഗിക്കുമ്പം സ്വന്തം മുഖം എടുത്തൊന്ന് കണ്ണാടി നോക്കണം, എന്തുമാത്രമാണ് തന്റെ മുഖത്തിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത്. കേട്ടാ? തള്ളാന്ന് പോലും വിളിക്കാൻ പറ്റത്തില്ല. അപമാനമാണ് ആ വാക്കിന് പോലും ഇതുപോലുള്ള ഓരോന്നും. പോടോ, ലീഗലി പോയിട്ട് ഞാൻ ലീഗലായിട്ട് മൂവ് ചെയ്യാം. തന്റെ കുഞ്ഞിനെ കാണണമെന്നുണ്ടെങ്കിൽ ലീഗലായിട്ട് പോകാം. ഇത്രയും നാൾ ഞാൻ തന്നെ വേണ്ടിയിട്ട് ആ കുഞ്ഞിനെ മറച്ചു വെച്ചിട്ടില്ലല്ലോ. 2500 രൂപ ചെലവിന് തന്നിട്ട് ഒരു വർഷം കൊണ്ട് അതിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തത് എന്റെ ഉമ്മയുടെ ഫോണിൽ
2500 രൂപ ചെലവിലും തന്നിട്ട് 2000 ആദ്യ ആഴ്ച പിന്നെ ഒരു 500 രൂപ കൂടെ കൂട്ടി ഓരോ മാസം മറ്റേ വർഷത്തിൽ കൂട്ടുന്ന കണക്ക് ഒരു 6-7 മാസമായപ്പോഴത്തേക്ക് 500 കൂടെ കൂട്ടി. തനിക്ക് വരുമാനം ഇല്ലാത്തതൊന്നുമല്ല, തനിക്ക് ജോലിയുണ്ട്, വേറെ ഭാര്യയോ മക്കളോ വേറെ ഉണ്ടോ അതെനിക്ക് അറിയത്തില്ല. അങ്ങനൊന്നും ഇല്ലല്ലോ, തനിക്ക് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തുമില്ല. അപ്പൊ തനിക്ക് ഇത്ര ചെലവൊന്നുമില്ലല്ലോ, സ്വന്തം കുഞ്ഞിന് പോലും കൂടി. എന്നിട്ട് ഞാൻ തന്നോട് സംസാരിക്കാൻ വന്നിട്ടില്ല. എന്റെ ഉമ്മിയുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നത് അപ്പോഴും തനിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ തന്നെ അടുത്ത് അഭ്യർത്ഥിക്കാനോ വന്നിട്ടില്ല. കാരണം അന്ന് ഞാൻ എന്തിനാ ഈ കുറച്ച് 2500 രൂപ വെച്ച് ഒരാഴ്ചത്തെ സ്നാക്സ് ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നവർക്കറിയാം, ഒരാഴ്ചത്തെ സ്നാക്സ് കഴിക്കാൻ പൈസ പോലും തെറ്റിയിട്ടില്ലത് ആ 2500. അപ്പൊ എന്ത് അപ്പുറത്തെ സ്വർണ്ണക്കാരന്റെ ആയിട്ട് കോടീശ്വരനായ പൂക്കുറ്റി മാമൻ ഉള്ളപ്പോ എന്തിനാ ഫിറോസിന്റെ 2500 രൂപ അല്ലേ സജന? അപ്പുറത്തൊന്ന് ചോദിക്കുമ്പോ 40 ലക്ഷം ഡയമണ്ട്, മോതിരം, വള, മാല ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കിട്ടുമല്ലേ. അപ്പൊ പിന്നെ ഫിറോസിന്റെ ആവശ്യമില്ല. പേടിയുണ്ട്, അതുകൊണ്ട് ഞാൻ എന്നെ കൊണ്ട് ടെസ്റ്റ് ചെയ്യുക. ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തില് ഞാൻ പോവാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റേഷനിലാണോ അതിന്റെ ലീഗൽ വശം എനിക്ക് അറിയത്തില്ല, പക്ഷെ ഞാൻ എന്തായാലും ലീഗൽ വശമായിട്ട് തന്നെ ഞാൻ എന്നെ ടെസ്റ്റ് ചെയ്യും. ഞാൻ അവരുടെ റിക്വസ്റ്റ് ചെയ്യും. അതുപോലെ അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വ്യാസന നീ വന്ന് ടെസ്റ്റ് ചെയ്തി. അതേപോലെ തന്നെ റോഷ്മി നീയും വന്ന് ടെസ്റ്റ് ചെയ്യണം. നിന്റെ ഫോട്ടോയും വെളിയിലായിട്ടുണ്ടല്ലോ, നീയും വന്ന് ടെസ്റ്റ് ചെയ്യണം. ഫിറോസ് ഖാനെ എനിക്കറിയത്തില്ല ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, പക്ഷെ താനും വന്ന് ചെയ്യണം ഉറപ്പായിട്ടും. കാരണം നിങ്ങൾ 3 പേരുമാണ് എന്നെ കുറിച്ച് ഈ അലിഗേഷൻ പറഞ്ഞതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞത്. അപ്പം ഈ 3 പേര് എന്നെ കുറിച്ച് പറയാമെങ്കിൽ അവകാശം ഉണ്ടെങ്കിൽ അവരും വന്ന് തെളിയിക്കും. ലാബുകാർക്ക് ഈ മാസം ഭയങ്കരമായിട്ട് റവന്യൂ കയറുന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒന്ന് പറഞ്ഞ രണ്ടാമത്തതിന് ഇപ്പം ടെസ്റ്റ് എന്നും പറഞ്ഞ് എല്ലാരും കൂടെ ഓടുക. തൊപ്പി, ഫസ്മീന, തൊപ്പിയുടെ കൂടെ ഉണ്ടായിരുന്നവന്മാര്, ഇപ്പൊ അതേ ഇവള്, എല്ലാരും കൂടെ ഓടുകയല്ലേ. അപ്പൊ പിന്നെ ലാബുകാർക്ക് നല്ല റവന്യൂ ആയിരിക്കും ഈ മാസം. അവസാനത്തെ വീഡിയോ ഞാൻ പറയത്തില്ല, അത് എനിക്ക് ജീവിക്കണം. എന്റെ സോഷ്യൽ മീഡിയയിൽ എനിക്ക് പല വീഡിയോകളും കൊളാപ്സും കാര്യങ്ങളും ഒക്കെ ഇടണം. ഞാൻ ഇതുപോലെ പിഴച്ചൊന്നും ഉണ്ടാക്കിയതല്ല, പിഴച്ചൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഞാൻ നിന്നില്ല. എന്തോ ദേ വരുന്നു ആരോ എന്തോ പഴച്ചില്ലെന്നോ അങ്ങനെയുള്ള ഉണ്ടാക്കിയതല്ലെന്നോ എന്തൊക്കെയോ പറയണ്ട്. ആ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും എന്താ എങ്ങനെയെന്നൊക്കെ. ഭീഷണിപ്പെടുത്ത 4,40,00,000 ഒക്കെ മേടിക്കുന്നത് വേണ്ട, ഞാൻ എന്തേലും പറഞ്ഞാൽ ചിലപ്പോ കൂടിപ്പോയതുകൊണ്ട്. ദിയാസന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും കൂടെ ഒന്ന് കേൾക്കാം, എന്നിട്ട് നമുക്ക് നിർത്താം. അപ്പം സജിനയും ഈ പറഞ്ഞ റസൂൽ പൂക്കുട്ടിയായിട്ട് റിലേഷൻഷിപ്പ് ആയ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് സജിന സൂയിസൈഡൽ അറ്റംപ്റ്റിന് ശ്രമിക്കുന്നു. ഇത് കാരണം റസൂൽ പൂക്കുട്ടി എന്റെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നു, എത്രയും പെട്ടെന്ന് ഒന്ന് ചെല്ലാവോ, ഒന്ന് സജിനെ ഹെൽപ്പ് ചെയ്യാവോ എന്നൊക്കെ ചോദിക്കും. ഞങ്ങൾ ചെല്ലുമ്പോ അവള് സൂയിസൈഡ് അറ്റംപ്റ്റിന് ശ്രമിക്കുന്നുണ്ടാവും. അവളെ എനിക്ക് തോന്നുന്നു ഈ പിശാശ് എല്ലാരെയും ഭീഷണിപ്പെടുത്തി വെച്ചേക്കുന്ന ഈ ഒരു കാര്യം വെച്ചിട്ടാണ് തോന്നുന്നു. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേല് സൂയിസൈഡ്. കാരണം ഫിറോസ് ഖാന്റെ അടുത്തും കൈ മുറിച്ചിട്ട് ഇമാതിരി പരിപാടി കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. അവൾക്ക് മാനസിക പ്രശ്നമുണ്ട് എന്ന് അയാൾ എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ അവളെയും കൊണ്ട് ശ്രീകാര്യത്ത് നമ്മുടെ സ്ഥിരം ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റിന് അവളെ കൊണ്ടുപോയിട്ടുണ്ട്. അതായത് എന്നിട്ട് അവൾ വന്ന് പറയും പിറ്റേ ദിവസം, എടി ഞാൻ വെറുതെ ഇക്കായെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാ കേട്ടോ, ഇതൊക്കെ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, എന്നാലേ ഞാൻ വരച്ച വരയിൽ നിക്കോളെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും നീ എന്തുവാ ഇങ്ങനെയൊക്കെ ആവുന്ന, ടോക്സിക് ആവുന്ന, എന്താ എന്തിനാ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് ആ വിഷയങ്ങളെ എടുത്തിട്ട് സിമ്പിൾ ആയിട്ട് അങ്ങ് വിട്ട് കളയുമായിരുന്നു. കാരണം ഇതിന് മുഴത്ത പ്രാന്താ, വേറെ കുഴപ്പമൊന്നുമില്ല, പ്രാന്തിന്റെ കുഴപ്പമാ. കഴിയുമ്പോഴത്തേക്ക് പിന്നെ ചക്കര മുത്തേ ഇക്കു മുത്തേ തേനെ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന കാണുമ്പം നമ്മൾ ഇത്തരം പ്രൈവസിയിൽ ഇടപെടണ്ട എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വിട്ട് കളയുന്നതാ. ഞാൻ സജിനയുടെ വീട്ടിൽ പോകുന്നത് റസൂൽ പൂക്കുട്ടി വിളിച്ചിട്ട് അവൾക്ക് പ്രശ്നമുണ്ട്, അവളുടെ അടുത്തേക്ക് പോണം, അവളെ ഒന്ന് പോയി കാണണം, അവള് ബുദ്ധിമുട്ടിലാണ്, അവള് സൂയിസൈഡ് ചെയ്യാൻ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ അവരുടെ വീട്ടിൽ പോകുന്നത്. അല്ലാത്ത ഒരു സമയങ്ങളിലും ഞാൻ അവരെ വീട്ടിൽ പോയിട്ടില്ല, അവരെ കണ്ടിട്ടില്ല. ഇത്രയും സാധനം പറഞ്ഞു വെക്കുന്നത് എന്തുകൊണ്ട് ആളുകൾ ചോദിച്ചു, കുറെ പേര് എന്റെ അടുത്ത് ചോദിച്ചു, മറുനാടൻ മലയാളിയെയും റസൂൽ പൂക്കുട്ടിയൊന്നും അല്ലല്ലോ ഇവിടെ വിഷയം, നിങ്ങളെ MDMA കേസല്ലേ വിഷയം, നിങ്ങൾ അത് തുറന്നു പറയൂ, മനസാക്ഷിയോട് ചോദിക്കൂ എന്നൊക്കെ പറഞ്ഞ് കുറെ കമന്റ്സുകൾ എനിക്ക് വന്നു. അതിനെതിരെ ഞാൻ പറയണമല്ലോ, എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്നെ വിമർശിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്ക് കൃത്യമായിട്ട് എനിക്കത് പറയണമല്ലോ. അങ്ങനെയാണ് ഞാൻ അവരെ വീട്ടിൽ പോയിട്ടുള്ളത്. ഇന്ന് വരെ എനിക്ക് എന്റെ അറിവിലോ
അവരുടെ വീട്ടിലോ ഞാൻ ഇതുവരെയ്ക്കും അത്തരത്തിലൊരു കാര്യം ചെയ്തിട്ടില്ല. സജിന അത്തരത്തിലൊരു കാര്യം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയത്തുമില്ല. ഇത് പറയാൻ കാരണം ഞാൻ പോയിട്ടുള്ളതൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതും അവരെ വിളിച്ചിട്ട് ഒരു റെക്കോർഡ്സ് എങ്കിലും ഞാൻ അവരെ വിളിച്ചിട്ട് നിന്റെ വീട്ടിൽ കയറി വരട്ടേടി, ഞാൻ അങ്ങോട്ട് വന്നിരുന്നോട്ടെ, ഞങ്ങളുടെ കൂട്ടുകാരായിട്ട് ഒരുമിച്ചിരുന്നോട്ടെ എന്നുള്ള ഒരു കാര്യങ്ങളും ഞാൻ ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. ഈ നിമിഷം വരെ സജിനയുടെ അടുത്ത് അങ്ങനത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. അതിനുള്ള റെക്കോർഡ്സ് എന്തെങ്കിലും പോട്ടെ. സജിന പറഞ്ഞല്ലോ ഇതിനകത്ത് ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസുമായിട്ടാണ് വന്നതെന്ന്. ഏത് കണ്ടസ്റ്റൻസുകൾ? അവരുടെ പേര് പറയും. എന്നിട്ട് ആ കണ്ടസ്റ്റൻസിനോട് ചോദിക്കൂ, ഏത് കണ്ടസ്റ്റൻസ്? എന്റെ അറിവിൽ ബിഗ് ബോസിന്റെ ആളുകൾ ആരും സജിനയുടെ വീട്ടിൽ വന്നിട്ടില്ല. മാനിപ്പുലേഷന്റെ അങ്ങേ അറ്റത്താണ് സജിന. അത് ഇന്റർവ്യൂസ് ആണെങ്കിലും വരുന്ന ലൈവ്സ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിപ്പോ എന്താണെന്നറിയോ, സ്വന്തം പല്ലില് കോലിട്ട് ഇളക്കി നാറ്റിക്കുന്ന പരിപാടിയാണ് സജിന കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ഇന്റർവ്യൂ കൊടുക്കും, അതിൽ ഓരോരുത്തരുടെ പേര് വലിച്ചിടും. അപ്പൊ അവര് വന്നിട്ട് വീണ്ടും റിയാക്ട് ആവും. എന്നിട്ട് ഒരു ഉളുപ്പില്ല, അത് നാണം കിടും. ഇതാണ് ഇപ്പൊ സജിനയുടെ അവസ്ഥ. ലാസ്റ്റ് വീക്കിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിനകത്ത് പറഞ്ഞിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർ 9 ആഴ്ച പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റാണ്. അത് അവരുടെ ഫോണിനകത്തുള്ള അവരുടെ പേഴ്സണൽ ഫോട്ടോ ആണ്. നമുക്കറിയാം അവരുടെ പേഴ്സണൽ ഫോട്ടോ. അവര് ഫോട്ടോ കാട്ടി തന്നിട്ടുണ്ട്, ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആ ഫോട്ടോ അവരുടെ എഡിറ്റിംഗ് രീതിയാണ്. അവരുടെ എഡിറ്റിംഗ് സ്റ്റൈൽ, അവരുടെ മുന്നോട്ടുള്ള വീഡിയോകള് റീൽസുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അവർ തന്നെയാണ് അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവര് ഫെബ്രുവരി 18-ാം തീയതി ഇടുന്ന അവരൊരു പോസ്റ്റ് ആദ്യമായിട്ട് ഇട്ടു. അതിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രഗ്നൻസി കിറ്റിന്റെ ഒരു ഫോട്ടോ ആയിരുന്നു അവരിട്ടിരുന്നത്. അതില് പോസിറ്റീവ് കാണിച്ചത് റസൽ പൂക്കുറ്റിയുടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡായിരുന്നു. അത് അയാള് ആദ്യത്തെ സമയം ഭീഷണിപ്പെടുത്താൻ വേണ്ടി അവർ ഉപയോഗിച്ച വെപ്പനായിരുന്നു. കുറച്ചു നേരം അത് സ്റ്റോറിയിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് ഡിലീറ്റ് ആയി പോയി. ആ സ്റ്റോറി കണ്ട ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നമുക്ക്. രണ്ടാമത്തെ ദിവസം ഇട്ട പോസ്റ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 28-ാം തീയതി അവളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റില് ഇവർ രണ്ടുപേരുടെയും കൂടെ ഉള്ള ഒരു ഫോട്ടോ ഇട്ടിരുന്നു. റസൂൽ പൂക്കുറ്റിയും സജിനയും ആയിട്ടുള്ള ഫോട്ടോ ഇട്ടു. ആ ഫോട്ടോയില് ഇത് ക്യാപ്ഷൻ വിവാഹിതരാവാൻ പോകുന്നു എന്നുള്ളതായിരുന്നു. അന്ന് നീലക്കോയില് പോലെയുള്ള ഓൺലൈൻ ചാനൽസുകൾ ആ പോസ്റ്റർ ഇട്ടിട്ട് അവര് ഡിലീറ്റ് ചെയ്തു. അവരടുത്ത് അന്വേഷിച്ചപ്പോ പറഞ്ഞത് അവരിത് ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. അവർ തന്നെയാണ് ഇടാനും പറഞ്ഞിരുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം ആ പോസ്റ്റ് ഡിലീറ്റ് ആയിട്ട് ഒരു ലൈവ് വന്നു സജിന. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റോ 2 മിനിറ്റോ കണ്ടുള്ള ഒരു ലൈവ് ആയിരുന്നു. ആ ലൈവില് റസൂൽ പൂക്കുറ്റിയുടെ കയ്യെ പിടിച്ച് വലിക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പൊ പറയണ പൊതുസമൂഹത്തിനോട് നിങ്ങൾ എന്നെ കല്യാണം കഴിക്കാൻ പോണെന്ന് എന്നൊക്കെ പറഞ്ഞ അയാളെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ലൈവായിരുന്നു. ആ സാധനം ഒരു 2 മിനിറ്റ് അങ്ങനെ കഴിഞ്ഞപ്പോ കട്ടായി. അത് ഓൺലൈൻകാരുടെ കയ്യിലൊന്നും കിട്ടിയില്ല, ആരുടെയും കയ്യിലത് കിട്ടിയില്ല. അത് കണ്ടവർ മാത്രം 1-2 പേരുണ്ട്. അവരെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മെൻഷൻ ചെയ്യാം. അവരുടെ ഡീറ്റെയിൽ വേണമെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് ചോദിച്ചു. ഇതാണ് ഞാൻ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞത്. ഇത് എൻ്റെ ഇല്ലെങ്കിൽ ഈ കാര്യത്തിൽ നിൽക്കരുത്. ഇത് ഡിലീറ്റ് ചെയ്യും, പോസ്റ്റ് ചെയ്യും, ഡിലീറ്റ് ചെയ്യും, പോസ്റ്റ് ചെയ്യും. ഉദ്ദേശം വേറൊന്നുമല്ല, റസൂൽ പൂക്കുറ്റി എങ്ങനെയെങ്കിലുമൊക്കെ ഭീഷണിപ്പെടുത്തി സ്വന്തം കാര്യം നേടിയെടുക്കുക. അതിനു വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടിയ തെണ്ടിത്തരമാണ് ആ പോസ്റ്റ് ഇടുന്നതും ഡിലീറ്റ് ചെയ്യുന്നതും. സജിനക്ക് ഓൾറെഡി റസൂൽ പൂക്കുറ്റി 40 ലക്ഷം ഡയമണ്ട്, മാല, റിങ്, അങ്ങനെ കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും പോരെ, അതിന്റെ പിറകെ 3 കോടിയുടെ ഭീഷണി. ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ആ ലൈവില് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. അതും അയാൾ കോംപ്രമൈസ് ചെയ്ത് കോമ്പൻസേറ്റ് ചെയ്യാന്ന് പറഞ്ഞാണോ പൈസ കൊടുക്കാന്ന് പറഞ്ഞാണോ എന്താണെന്ന് അറിഞ്ഞൂടെ അയാൾ അതിന് ഇതാക്കി കളഞ്ഞു. കാരണം ഇവര് ഇതെടുത്ത് രണ്ടാമത്തതിന് അവരെങ്കിൽ പിന്നെ പൊന്നെ ചക്കരെ പാലെ ആവുകയാണ്. ഇതൊക്കെ ഇങ്ങനെ ട്രിഗറിങ് വരുമ്പോ, പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ അപ്പൊ റസൂൽ പൂക്കുറ്റിയുടെ എന്തെങ്കിലും സാധനത്തിനെ പബ്ലിഷ് ചെയ്യും. അവൾ പൊതുവെ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ തന്നെയാണ്. അവൾക്ക് ആരുടെങ്കിലും ഒരു ദേഷ്യം ഉണ്ടായാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവർ മോശക്കാരാണെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും രീതിയിൽ കൊടുക്കുന്ന രീതിയിലുള്ള സാധനങ്ങൾ അവൾ ചെയ്യുമായിരുന്നു. അപ്പൊ ഈ പോസ്റ്ററിലാണ് ഞങ്ങൾ അവളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതായത് നീ എന്തിനിങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവള് ബോംബെയിലാണുള്ളത്. ബോംബെയിൽ വെച്ച് റസൂൽ പൂക്കുറ്റിയുടെ ഫ്ലാറ്റിൽ നിന്ന് സ്റ്റുഡിയോയിൽ നിന്ന് ഇവള് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇവളെ റസൂൽ പൂക്കുറ്റിയുടെ ഫോൺ ഹാക്ക് ചെയ്യുന്നു, അതിൽ പെട്ട സ്ത്രീകളെയൊക്കെ വിളിച്ച് തെറി വിളിക്കുന്നു. അയാൾ ഭയങ്കര പാനിക് ആവുന്നു. അയാൾ ഞങ്ങളുടെ അടുത്ത് കരഞ്ഞ് നില വിളിച്ചോണ്ട് വന്നിട്ട് അയാള് വന്ന് സംസാരിക്കുന്നു, എങ്ങനെയെങ്കിലും ഈ വിഷയം ഒന്ന് സോൾവ് ചെയ്ത് തരണം. ഒന്നാമത്തെ കാര്യം, ഞങ്ങളെന്ന് ഞാൻ പറയുന്നത് ഈ സജിനനെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുള്ള ഒരാളല്ല, ഏകദേശം ഒരു കൂട്ടം മനുഷ്യരുണ്ട്. ഏകദേശം 8, 9, 10ഓളം ആളുകള് സജിനെ സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ട് ഇപ്പോഴും അവര് ഭയങ്കരമായിട്ട് ബാക്കിൽ ഉൾവലിഞ്ഞാണ് നിൽക്കുന്നത്. അതിന്റെ റീസൺ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സജിനയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സജിനയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ സജിന ഇവരെയൊക്കെ എടുത്ത് വെളിയിലിടും അത്ര. പക്ഷെ ഈ റീസൺലി ലേറ്റസ്റ്റ് വന്ന സുഹൃത്ത് ഞാനാണ്. ആക്ച്വലി എനിക്കിത് അറിയില്ലായിരുന്നു. ഞാൻ അറിയുന്നത് ഈ പറഞ്ഞ പബ്ലിക്കിന്റെ ഇടയിലേക്ക് എന്നെ പറ്റിയിട്ട് അപവാദം പറയുന്ന സമയത്താണ് അവളുടെ യഥാർത്ഥ സ്വഭാവം ഞാൻ അറിയുന്നത്. അതിനുശേഷമാണ്
ഈ സുഹൃത്തുക്കൾ എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നത് ഇതുപോലെ ദിയ ഇവളുടെ സ്വഭാവം ഇങ്ങനെയാണ്, ഞങ്ങളൊക്കെ പേടിച്ചിട്ടാണ് ഇപ്പോഴും റിലേഷൻഷിപ്പും കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോണേന്ന്. ഞാൻ ആകെ ഷോക്കായി പോയി. ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങളും പരസ്പരം പറയും, പല കാര്യങ്ങളും പരസ്പരം ചെയ്യും, അല്ലെങ്കിൽ പേഴ്സണൽ കാര്യങ്ങൾ പോലും നമ്മൾ പറയും. അത് നമ്മൾ തമ്മിൽ പിരിഞ്ഞിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചെറിയൊരു ദേഷ്യം വരുന്ന സമയത്ത് പുറത്തു പറയാതിരിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ട് ഇരിക്കുന്നതാ. ഇവളുടെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നേരം കാണിച്ച വീഡിയോസ് ലൈവൊക്കെ വെച്ചിട്ട് എന്തേലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ എടുത്ത് പുറത്തിടും. അതാണ് സജനയുടെ സ്വഭാവം എന്നാണ് ഇവര് ഈ പറഞ്ഞതിലൂടെയും അല്ലെങ്കിൽ സജനയുടെ ലൈവിലും മറ്റും കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. കാരണം ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ശത്രുത വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് കുത്തുക. വലിയ കോംപ്ലിക്കേറ്റഡ് ഒരാളിന്റെ ഒപ്പമായിരുന്നു ഞാൻ നിന്നിരുന്നെന്നുള്ള രീതിയിൽ. ഞാൻ എങ്ങനെ പിണങ്ങി എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ നിങ്ങളടുത്ത് മുന്നോട്ട് പറയാം. അങ്ങനെ ബോംബെയിൽ വെച്ചിട്ട് ഇയാള് വിളിക്കുന്നു, ഇയാള് പാനിക് ആവുന്നു, ഇയാള് ഭയങ്കര വിഷമം പറയുന്നു, സജനേനെ വിളിക്കുന്നു. ഞങ്ങള് അന്നൊക്കെ സുഹൃത്താണ്. അവളെ ഫോൺ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, നീ ഇങ്ങനെ ചെയ്യരുത്, നീ ഇങ്ങനെ റസൂൽ പൂക്കുറ്റി പറഞ്ഞു അയാളുടെ ഭാര്യയ്ക്ക് നീ മെസ്സേജ് അയച്ചു എന്ന്, അപ്പം നീ അത് ചെയ്യരുത്, അവർക്ക് ബ്രെയിൻ ട്യൂമർ ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സ്ത്രീയാണ്, അവർക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ നീ അതിന് സമാധാനം പറയേണ്ടി വരും സജന, നീ ഇങ്ങനെ ചെയ്യില്ല, നീ എത്രയും പെട്ടെന്ന് നിങ്ങൾ വാന്ന് പറഞ്ഞ് അവളെ കാല് പിടിച്ചിട്ട് ഞങ്ങൾ വിളിക്കുക അവളെ. അപ്പൊ അവൾ എൻ്റെ അടുത്ത് പറയാണ്, എനിക്ക് അവര് മരിച്ചാലും വേണ്ടൂല, എനിക്ക് എന്റെ ജീവിതം സേഫ് ആക്കിയാൽ മതി, എനിക്കിപ്പം ഷാദിത്താടെ കാര്യം അറിയേണ്ട കാര്യമില്ലാന്ന്. ആലോചിച്ച് നോക്കണം, ഒരു ഭാര്യ ഉള്ള ഒരാള് അയാള് വേറൊരാളിന്റെ അടുത്ത് റിലേഷൻഷിപ്പ് വെക്കുന്നു. ഈ സ്ത്രീ ആ ഭാര്യയായിട്ടുള്ള ആ സ്ത്രീക്ക് ഒരു കൺസേണും കൊടുക്കാതെ അവർ ചത്താലും കുഴപ്പമില്ല, അവർ ചാവണം എന്നുള്ളതാണ് അവളുടെ ആഗ്രഹം. എന്നിട്ട് അവൾക്ക് അയാളുടെ ലൈഫിൽ കയറി പോകണമെന്ന്. എങ്ങനെയാണ് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് ഈ ഒരു വിഷയത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്നത്? ഇത് സ്ത്രീയല്ല, മൃഗം. മനുഷ്യനായിട്ട് പോലും ഇവരൊന്നും കണക്കാക്കാൻ പറ്റത്തില്ല. വേറൊരാൾ മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് എന്റെ ബെനിഫിറ്റ്സ് കിട്ടിയാൽ മതി. എന്ത് സ്ത്രീയാടേ? എന്നിട്ടാണ് ഇവിടെ വന്നിരുന്ന് ബാക്കിയുള്ള ഫിറോസിനെ ആണെങ്കിലും പൂക്കുറ്റിയെ ആണെങ്കിലും ബാക്കിയുള്ള ആൾക്കാരാണെങ്കിലും കുറ്റം പറയുന്നതും അവരെ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വലിച്ചിടുന്നതും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ സ്വയം ഒന്ന് കണ്ണാടി നോക്കണം, അല്ലെങ്കിൽ സ്വയമായിട്ടൊന്ന് പിന്നോട്ട് ചിന്തിച്ച് നോക്കണം. എന്തൊക്കെ തെണ്ടിത്തരം കാണിച്ച് കൂട്ടിയിട്ടുണ്ടെന്ന്, എന്തൊക്കെയാണ് കയ്യിലിരിപ്പ് എന്നുള്ളത്. എങ്ങനെയെങ്കിലും ഈ സ്ത്രീയുടെ കയ്യിൽ ഇപ്പൊ കുടുങ്ങിയിരിക്കുന്ന ആൾക്കാരൊക്കെ രക്ഷപ്പെട്ടു പൊക്കോ, എങ്ങോട്ടാന്ന് വെച്ചാ പൊക്കോ. ഇവര് സൈക്കോ ആണ്, ഭ്രാന്താണ് ഈ സ്ത്രീക്ക്, മുഴുത്ത ഭ്രാന്ത്, വേറൊന്നും അല്ല. വല്ല ഹോസ്പിറ്റലിലും കൊണ്ട് അടക്കി ഇതിനൊക്കെ, അല്ലെങ്കിൽ നാട്ടുകാർക്ക് വരെ ഇവര് ശല്യമായിട്ട് മാറും, വേറൊന്നും ആവത്തില്ല. ഭ്രാന്താണ് ഈ സ്ത്രീക്ക്. ഇപ്പോഴും ഇതിനെ തലയിൽ വെച്ചുകൊണ്ട് നടക്കാൻ വേറെ കുറെ ആൾക്കാര്. കഷ്ടം.